പ്രതിഭയോ അതോ ലൈംഗിക വിവാദത്തിന്റെ നിഴലിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിഹാസമോ? ശരിക്കും ആരാണ് അയാൾ? ഒരു മനുഷ്യന് ഒരേ സമയം രണ്ട് ജീവിത മുഖങ്ങൾ ഉണ്ടാകുമോ? ഒന്ന് ലോകം കൈയടിക്കുന്ന ജീവിതം, മറ്റൊന്ന് ലോകം ഒരിക്കലും മറക്കാൻ തയ്യാറാകാത്ത ഒരു ലൈംഗിക വിവാദ ജീവിതം. ലോക സിനിമയുടെ ചരിത്രത്തിൽ ഈ ചോദ്യത്തിന് ഏറ്റവും അനുയോജ്യമായ പേര് ഒരുപക്ഷെ റോമൻ പൊളാൻസ്കിയുടേതായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ കഥ ഒരു വിശ്വവിഖ്യാതനായ സംവിധായകന്റെ കഥ മാത്രമല്ല, അത് ലോകത്തിന് നേരെയുള്ള യുദ്ധത്തിന്റെ കഥയാണ്, അതിജീവനത്തിന്റെ കഥയാണ്, പ്രതിഭയുടെ കഥയാണ്, അതേസമയം വിവാദങ്ങളുടെയും നൈതിക ചോദ്യങ്ങളുടെയും കഥ കൂടിയാണ്. 1933 ഫ്രാൻസിലെ പാരീസിൽ ജനിച്ച റോമൻ പൊളാൻസ്കിയുടെ ബാല്യം സാധാരണമായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം പോളണ്ടിലായിരുന്നു. നാസി അധിനിവേശം ആരംഭിച്ചു. യഹൂദ കുടുംബമായതിനാൽ അവർ നേരിട്ട് പീഡനത്തിന് ഇരയായി. പൊളാൻസ്കിയുടെ അമ്മയെ നാസികൾ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയച്ചു. അവിടെ വെച്ചാണ് അവർ കൊല്ലപ്പെട്ടത്. ഒരു കൊച്ചുകുട്ടിയായിരുന്ന പൊളാൻസ്കി ഒളിഞ്ഞും മറഞ്ഞും തന്റെ ജീവൻ രക്ഷിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടു. ഒരുപക്ഷെ അതുകൊണ്ടാകാം പിന്നീട് അദ്ദേഹം നിർമ്മിച്ച സിനിമകളിൽ ഭയം, ഒറ്റപ്പെടൽ, സംശയം, മാനസിക അസ്വസ്ഥത, അധികാരത്തിന്റെ ദുരുപയോഗം തുടങ്ങിയ വിഷയങ്ങൾ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നത്. 1950കളുടെ അവസാനത്തോടെ അദ്ദേഹം സിനിമയിലേക്ക് കടന്നു. 1962 പുറത്തിറങ്ങിയ നൈഫ് ഇൻ ദ വാട്ടർ ലോകത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ലോക സിനിമയിലെ ഏറ്റവും വ്യത്യസ്തനായ സംവിധായകരിൽ ഒരാളായി മാറി. റിപ്പൽഷൻ, റോസ്മേരീസ് ബേബി, ദ ടെനന്റ് ഇവ വെറും സിനിമകളായിരുന്നില്ല, മനുഷ്യന്റെ മനസ്സിന്റെ ഇരുണ്ട ഇടനാഴികളിലേക്കുള്ള യാത്രകളായിരുന്നു. 1968 പുറത്തിറങ്ങിയ റോസ്മേരീസ് ബേബി ഇന്നും എക്കാലത്തെയും മികച്ച ഹൊറർ ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അന്ന് ഹോളിവുഡിൽ അദ്ദേഹത്തിന്റെ ഭാവി അതീവ ശോഭനമായിരുന്നു. പക്ഷെ അപ്പോഴാണ് ജീവിതം മറ്റൊരു ഭീകര വഴിത്തിരിവിലേക്ക് തിരിഞ്ഞത്. 1968 അദ്ദേഹം വിവാഹം കഴിച്ചത് ഹോളിവുഡിലെ യുവതാരമായ ഷാരോൺ ടേറ്റിനെയാണ്. അവർ സിനിമാ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ദമ്പതികളായി മാറി. എന്നാൽ 1969 ഓഗസ്റ്റിൽ ഒരു രാത്രി എല്ലാം മാറിമറിഞ്ഞു. 8 മാസം ഗർഭിണിയായിരുന്ന ഷാരോൺ ടേറ്റ് വംശീയ ആഭ്യന്തര കുറ്റവാളിയായ ചാൾസ് മാൻഷൻ സംഘത്തിലെ അംഗങ്ങളാൽ ക്രൂരമായി കൊല്ലപ്പെട്ടു. ഹോളിവുഡിനെ നടുക്കിയ കൊലപാതകമായിരുന്നു അത്. പൊളാൻസ്കിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തിപരമായ ദുരന്തവും. പലരും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് പിന്നീട് വന്ന സിനിമകളിലെ ഇരുട്ടും നിരാശയും ഈ സംഭവത്തിന്റെ പ്രതിഫലനമാണെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദം ഇനിയും വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1977 നടന്ന ഒരു ലൈംഗിക കുറ്റകൃത്യം ഇന്നും അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം. അന്ന് 43 വയസ്സായിരുന്നു പൊളാൻസ്കിക്ക്. ഒരു ഫോട്ടോഷൂട്ടിനെ തുടർന്ന് 13 വയസ്സുകാരിയായ സാമന്ത ഗെയ്മറുമായി ബന്ധപ്പെട്ട കേസ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അന്നത്തെ പ്രശസ്ത നടനായിരുന്ന ജാക്ക് നിക്കോൾസന്റെ വസതിയിൽ വെച്ച് അദ്ദേഹം ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് 13-കാരിയായ സാമന്തയെ ലൈംഗിക ദുരുപയോഗം ചെയ്തു എന്നതായിരുന്നു കേസ്. അതിവേഗം ദേശീയ വാർത്തയായി മാറി. നിയമ നടപടികൾ ആരംഭിച്ചു. പിന്നീട് പ്ലീ ബാർഗെയിൻ എന്ന നിയമപരമായ ഒത്തുതീർപ്പ് പ്രക്രിയയുടെ ഭാഗമായി അദ്ദേഹം കുറ്റം സമ്മതിച്ചു. കോടതി നിർദ്ദേശപ്രകാരം പൊളാൻസ്കി 42 ദിവസം മാനസിക വൈദ്യ പരിശോധനയ്ക്കായി ജയിലിൽ കഴിഞ്ഞു. ആ പരിശോധനാ കേന്ദ്രം പിന്നീട് അദ്ദേഹം കൂടുതൽ തടവ് ശിക്ഷയ്ക്ക് അർഹനല്ലെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. ശിക്ഷാവിധി പ്രഖ്യാപിക്കപ്പെടാനുള്ള ഘട്ടത്തിൽ കേസ് എത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. കേസ് കൈകാര്യം ചെയ്ത ജഡ്ജിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പിന്നീട് വിവാദങ്ങൾ ഉയർന്നു. വലിയ ശിക്ഷ വിധിക്കുന്നതിലൂടെ വലിയ മാധ്യമ ശ്രദ്ധ നേടാൻ ജഡ്ജി ശ്രമിക്കുന്നുണ്ടെന്ന തോന്നൽ സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്ന് അഭിഭാഷകർ മനസ്സിലാക്കുകയും അമേരിക്കയിൽ തുടരുന്നത് സുരക്ഷിതമല്ലെന്ന് അവർ പൊളാൻസ്കിയെ ഉപദേശിക്കുകയും ചെയ്തു. ഇതെല്ലാം ചേർന്ന് സ്ഥിതി കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങി. 1978 റോമൻ പൊളാൻസ്കി അമേരിക്ക വിട്ടു. ആ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം രണ്ടായി പിരിയുന്നത്. ഒരു വശത്ത് അമേരിക്കയിൽ നിയമപരമായ വിവാദത്തിന്റെ നിഴൽ, മറുവശത്ത് യൂറോപ്പിൽ തുടർന്ന അതിഗംഭീര ചലച്ചിത്ര ജീവിതം. അദ്ദേഹം ഫ്രാൻസിൽ താമസം തുടർന്നു, സിനിമകൾ നിർമ്മിച്ചു, വിമർശകരെ വിസ്മയിപ്പിച്ചു. 1974 ചൈന ടൗൺ ഇതിനകം തന്നെ അദ്ദേഹത്തെ മഹാരഥന്മാരുടെ നിരയിൽ എത്തിച്ചിരുന്നു. പിന്നീട് ടെസ് വന്നു. തുടർന്ന് 2002 ദ പിയാനിസ്റ്റ്, നാസി അധിനിവേശ കാലത്ത് ജീവൻ രക്ഷിക്കാൻ പോരാടുന്ന ഒരു യഹൂദ സംഗീതജ്ഞന്റെ കഥ. അതിൽ പലരും പൊളാൻസ്കിയുടെ സ്വന്തം ജീവിതത്തിന്റെ പ്രതിധ്വനി കണ്ടു. ചിത്രം ലോകമെമ്പാടും പ്രശംസ നേടി. 2003 അദ്ദേഹം മികച്ച സംവിധായകനുള്ള ഓസ്കാർ നേടി. പക്ഷെ അതൊരു വിചിത്ര നിമിഷമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ അത് സ്വീകരിക്കുവാൻ ഓസ്കാർ വേദിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അമേരിക്കയിൽ കാലുകുത്തിയാൽ അറസ്റ്റിലാകാനുള്ള സാധ്യത നിലനിന്നിരുന്നു. ഇവിടെയാണ് മറ്റൊരു വലിയ ചർച്ച ആരംഭിക്കുന്നത്.
ഒരു കലാകാരനെ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളിലൂടെ മാത്രം വിലയിരുത്തണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതവും പരിഗണിക്കണോ? ഓരോ പുരസ്കാരവും ലഭിക്കുമ്പോഴും പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. ഓരോ പുതിയ സിനിമയും പുറത്തിറങ്ങുമ്പോൾ പഴയ കേസുകൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ചിലർ പറഞ്ഞു റോമൻ പൊളാൻസ്കി ഒരു മഹാനായ സംവിധായകനാണ്. മറ്റു ചിലർ മറുപടി നൽകി മഹത്തായ കലാസൃഷ്ടികൾ ഒരിക്കലും മനുഷ്യന്റെ പ്രവൃത്തികളെ മായ്ച്ചു കളയുന്നില്ല. ഈ തർക്കം ഇന്നും അവസാനിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം മറ്റു ചില സ്ത്രീകളും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അവയിൽ പലതും നിയമപരമായി വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. ചിലത് കോടതിയിൽ എത്തിയില്ല, ചിലത് സിവിൽ നടപടികളായി തുടർന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും വിവാദങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നില്ല. ഇപ്പോൾ 1977 സംഭവം വീണ്ടും സിനിമയാകാൻ പോവുകയാണ്. ദ ഗേൾ എന്നാണ് ചിത്രത്തിന്റെ പേര്. സിനിമയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഫ്രഞ്ച് അമേരിക്കൻ സംവിധായികയും തിരക്കഥാകൃത്തുമായ മറീന സിയോൾക്കോസ്കിയാണ്. ഇത് അവരുടെ ആദ്യ ഫീച്ചർ ഫിലിം ആയിരിക്കും. ഈ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം ഇത്തവണ കഥ പറയുന്നത് സംവിധായകന്റെ ഭാഗത്തു നിന്നല്ല, സംഭവത്തിന്റെ കേന്ദ്രത്തിലുണ്ടായിരുന്ന സാമന്ത ഗെയ്മറിന്റെ അനുഭവങ്ങളിലൂടെയാണ്. അങ്ങനെ ചരിത്രം വീണ്ടും തുറക്കപ്പെടുകയാണ്. പുതിയ തലമുറയ്ക്ക് മുന്നിൽ പഴയ ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയാണ്. റോമൻ പൊളാൻസ്കി ആരാണ്? ഓസ്കാർ ജേതാവായ പ്രതിഭയോ, അതോ ലോക സിനിമയെ മാറ്റിമറിച്ച സംവിധായകനോ, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി വിവാദങ്ങളുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോ? ഒരുപക്ഷെ സത്യം ഇവയിൽ ഒന്ന് മാത്രമല്ല, ഇവയെല്ലാം ചേർന്നതാണ് റോമൻ പൊളാൻസ്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും അവസാനിക്കാത്ത ഒരു സിനിമ പോലെയാണ്. തിരശീല വീണിട്ടില്ല, വാദപ്രതിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല, ചരിത്രത്തിന്റെ വിധിയും ഇനിയും പൂർണ്ണമായി എഴുതപ്പെട്ടിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഇനിയും എഴുതപ്പെടാനുള്ള ഭാവി സിനിമാ ജീവിതത്തിൽ ഒരു വലിയ സംവിധായകനായി തന്നെ റോമൻ പൊളാൻസ്കി തുടരട്ടെ. ആശംസകൾ.